എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. GDP പദ്ധതി പ്രകാരം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ തൈകളാണ്. തക്കാളി, പച്ചമുളക്, അതുപോലെ വഴുതന, ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ജൂലൈ സെക്കൻഡ് വീക്ക് ആവുകയാണ്. അപ്പം എന്ന് നമുക്ക് ഓണം എന്നാണ് വരുന്നത്, സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണ്. അപ്പം നമ്മൾ ഇപ്പം ഇതിൽ പച്ചക്കറി തൈകളൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓണം ആകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പച്ചക്കറികളൊക്കെ പറിച്ചിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാം. ഇതിപ്പോൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരു തൈക്ക് 3 രൂപ നിരക്ക് കിട്ടും കേട്ടോ. 3 രൂപ ഉണ്ടാകത്തുള്ളൂ. ചിലർ പാകി കിളിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ആയാലും ഓക്കെ. ഇനിയിപ്പോൾ പാകി പിടിപ്പിച്ച് വന്നിട്ട് നടാനുള്ള ടൈം ഉണ്ടാകത്തില്ല. എല്ലാം ഒരു 5-5 ഗ്രോ ബാഗിൽ എല്ലാം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്രയോ നാളായിട്ട് നമ്മൾക്കൊന്നും വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട വന്നിട്ടില്ല. അങ്ങനെയും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നട്ടു കൊടുക്കുക, ഇടയ്ക്ക് ഇച്ചിരി വളമിട്ട് കൊടുക്കുക. തികച്ചും ഓർഗാനിക്കായിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പച്ചക്കറികളൊക്കെ പച്ചയ്ക്ക് തന്നെ പറിച്ച് കഴിക്കാനും അത് വാഷ് ചെയ്യേണ്ട പോലും കാര്യം വരത്തില്ല. അത്രയ്ക്ക് നമുക്ക് സേഫായിട്ട് നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ പറ്റും. ഞാനിപ്പം പച്ചമുളകും വഴുതനയും തക്കാളിയാണ് കേട്ടോ ഗ്രോ ബാഗിൽ എടുക്കാൻ പോകുന്നത്. വെണ്ട നമ്മൾ പറമ്പിലല്ലാതെ കൊടുത്തു, കുറച്ച് സ്ഥലമുള്ളിടത്ത് വെണ്ട അങ്ങനെ കൊടുത്തേക്കുവാണ് കേട്ടോ. എല്ലാം കൂടെ ഗ്രോ ബാഗിൽ വെക്കാൻ ഇതിപ്പം നട്ട് കൊടുത്തിട്ടിപ്പം ഒരാഴ്ച കഴിഞ്ഞ തൈയാണേ. ചെറിയ മഞ്ഞളിപ്പൊക്കെ ഉണ്ടായിരുന്നു നട്ട് കൊടുത്തപ്പം. പക്ഷേ ഇപ്പം കണ്ടോ, ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും തൈയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ടോ. ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഗ്രോ ബാഗ്സൊക്കെ നമുക്കിവിടെ റെഡിയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ തൈകൾ നട്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ നമ്മളെ ഇഞ്ചിയൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നിനും ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയൊക്കെ ഇഞ്ചിയൊക്കെയാണ് ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തൈകളൊക്കെ നട്ടു കൊടുക്കാം. നമ്മൾ തക്കാളി കേട്ടോ ആദ്യം നട്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ 2 തൈ വെച്ചാണ് ഒരു ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കാറ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. മാത്രമല്ല നമുക്ക് സപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറ്റും. കമ്പൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഈ ഗ്രോ ബാഗിലാകുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ തന്നെ തട്ട് നിന്നോളും. മറ്റേ സാധാ നമ്മളെ ഗ്രോ ബാഗ് ആണെങ്കിൽ അതങ്ങ് മറിഞ്ഞു വീണ് പോകും തൈ കേട്ടോ. അപ്പം അത് പാടാണ് നമുക്കിത് നിൽക്കാൻ വേണ്ടി. തക്കാളിയൊക്കെ നട്ടാൽ അതിനകത്ത് നിൽക്കാൻ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ നല്ല ഒരു കുഴപ്പമില്ല, നല്ല സേഫായിട്ട് ഇത് നിന്നോളും. 2 തൈ വെച്ച് കൊടുക്കാം. മുളകായാലും ഞാൻ 2 തൈ, വഴുതനയായാലും 2 തൈ വെച്ചിട്ടാണ് ഞാൻ എല്ലാ ഗ്രോ ബാഗിലും വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗും തികയത്തില്ല. മാത്രമല്ല വളം അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്തോളും. കറക്റ്റ് സമയത്ത് അതിന് താങ്ങൊക്കെ വെച്ച് കൊടുത്താൽ നല്ല സെറ്റായിട്ടിരുന്നോളൂ ഇത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ അവർക്കുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രോ ബാഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളതുള്ള വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒട്ടുമിക്ക വീഡിയോസിലും കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ പച്ചക്കറി കൃഷിയുടെ റിലേറ്റഡ് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതിനകത്ത് മിക്കതിലും നമ്മുടെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് എങ്ങനെയാണെന്നുണ്ട്. അപ്പോൾ അത് കാണണം കേട്ടോ. നമ്മളിപ്പോൾ തൈകളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി, വഴുതന, മുളകൊക്കെ 2 എണ്ണം വെച്ച് നമ്മൾ ഗ്രോ ബാഗ് നട്ടു. വഴുതന മാത്രം നമ്മൾ ഓരോന്ന് വെച്ച് നട്ടുള്ളൂ കേട്ടോ. വഴുതന ഓരോ ഗ്രോ ബാഗിൽ ഓരോന്ന് നട്ടുള്ളത്. എനിക്കത് പാടാട്ടോ. അതിന് നന്നായിട്ട് കാ പിടിക്കുന്നതിനായിരുന്നു കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് 2 എണ്ണമൊക്കെ വെച്ച് നട്ടെടുത്ത ഗ്രോ ബാഗ് പാടായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇനി ഈ തൈകളുടെ പരിപാലനമാണ് അടുത്തത്. കുറച്ച് വീക്സ് ഇനി അങ്ങനെ പോവും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നട്ടു കൊടുത്ത ഉടനെ ഒരു കാര്യം നമ്മൾ മസ്റ്റായിട്ട് ചെയ്യും. സ്യൂഡോമോണാസ് ലായനി നമ്മൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ. കാരണം ഇനി അതിൻ്റെ വേറെ എന്നാ പറയുന്നത് ചീത്ത നിമാവരകളുടെ ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൂടെ സ്യൂഡോമോണാസോടെ ഒഴിച്ചു കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നതിന് തുച്ഛമായ ചിലവ് വരത്തുള്ളൂ. മണ്ണൊക്കെ നമ്മൾ പഴയ ഗ്രോ ബാഗിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഒരെണ്ണം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. അതേ മണ്ണെടുത്ത് വളവിട്ട് കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമേറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കക്കാപ്പൊടിയോ പച്ചക്കക്കാപ്പൊടി ഇട്ട് ട്രീറ്റ് എടുത്ത മണ്ണാണ് കേട്ടോ. അപ്പം തന്നെ നമ്മൾ വളം ഇട്ടങ്ങ് വെക്കുമായിരുന്നു. ചാണകപ്പൊടിയോ ഉള്ള പോലെ അധികം പൈസ ഒന്നും ചിലവാക്കാതെ ഉള്ള പോലെ ഓളം പോലെ അങ്ങ് ചെയ്യുക. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മുളക് ചെടിയൊക്കെയാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇത് ഓണമൊക്കെ ആകുമ്പോഴത്തേനൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ തീർന്നു പോകും കേട്ടോ. മാക്സിമം 1 മാസത്തോടൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ വിളവ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ മുളക് ഇപ്പം ഞാൻ അതിൻ്റെ വിളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇത് വീണ്ടും പൂക്കുന്നുണ്ട്. അങ്ങനെ 2-3 വട്ടമൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ അത് കായ്ക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പം അത് നമ്മൾ അതിന് മുമ്പ് അടുത്ത് നട്ടു കൊടുത്തോളുക. അപ്പോഴത്തേനും നമ്മുടെ ഈ മുളക് ചെടികളും തക്കാളികളും എല്ലാം നല്ല ഉഷാറായിട്ട് അത് കഴിച്ചു തുടങ്ങുക. അപ്പോൾ എപ്പോഴും പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും, നിന്ന് പോകത്തില്ല.
പിന്നെ ഇപ്പോൾ ചെണ്ടുമല്ലിപ്പൂ നട്ടു കൊടുക്കുന്നതിൻ്റെ ഒരു സമയമാണ് കേട്ടോ. ഇപ്പോൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഓണമാകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. അത് പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ പച്ചക്കറികളുടെ ഇടയ്ക്കൊക്കെ അത് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കീടശല്യം ഒത്തിരി കുറഞ്ഞിരിക്കും. അപ്പോൾ അതുകൂടെ ഞാൻ ഈ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ കുറച്ച് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് ഈ സൈഡിലൊക്കെ ആയിട്ട് അതുകൂടെ നട്ടു കൊടുക്കണം. അപ്പം നമ്മൾ പച്ചക്കറികൾക്കൊക്കെ വേറെ യാതൊരു കീടാക്രമണവും ഉണ്ടാവത്തുമില്ല. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അതിപ്പോൾ എല്ലാ നഴ്സറികളിലും അവൈലബിൾ ആണ് ചെണ്ടുമല്ലിയുടെ തൈകൾ. ഒരു തൈക്ക് 4 രൂപ 5 രൂപ ആ നിരക്കിലൊക്കെയാണ് വലിയ തൈകളാണ് കിട്ടുന്നത് കേട്ടോ. ആ നട്ടു കൊടുത്താൽ കറക്റ്റ് ഇനിയിപ്പം ഓണാകുമ്പോഴത്തേനും അതിൽ പൂക്കും എന്നുള്ള ഇതിലാണ്. അപ്പോൾ ആ സീസൺ നട്ടു കൊടുക്കുന്ന സമയമാണിത്. അപ്പോൾ അതുകൂടെ മാക്സിമം ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.